അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നാളെ. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി, കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠി, പീയൂഷ് ഗോയലിന്റെ മണ്ഡലം, അങ്ങനെ കുറെ പ്രമുഖർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് മണ്ഡലത്തിലും നാളെയാണ് തെരഞ്ഞെടുപ്പ്. അപ്പം ഗ്ലാമറസ് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒക്കെ നാളെയാണ് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ 7 ഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചുരുക്കം മണ്ഡലങ്ങൾ മാത്രമാണ് 5ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്, ജനവിധി തേടുന്നത്. അതിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 34 മണ്ഡലങ്ങൾ, ഈ 49ൽ 34 മണ്ഡലങ്ങളും വെറും 3 സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്. മഹാരാഷ്ട്ര, ബീഹാർ, അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ. ഇത് BJPക്ക് കുറച്ചുകൂടി മുൻകൈ നൽകുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സീറ്റുകളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അമേഠി, റായ്ബറേലി, ഫൈസാബാദ്, അതുപോലെ തന്നെ കൈസർഗഞ്ച്. പ്രത്യേകിച്ചും ബ്രിജ്ഭൂഷൻ്റെ ഈ വിവാദങ്ങളും ഗുസ്തി താരങ്ങളുടെ സമരവും എല്ലാം കൂടെ തന്നെ കൈസർഗഞ്ച് വലിയ രീതിയിൽ രാഷ്ട്രീയ ശ്രദ്ധ പിടിച്ചു പറ്റി. അതിനുശേഷം ബ്രിജ്ഭൂഷന് സീറ്റ് നൽകാതെ അവിടെ അദ്ദേഹത്തിൻ്റെ മകൻ കരൺഭൂഷൺ സിംഗ് വരികയാണ്. അങ്ങനെ അതുപോലെ തന്നെ മുംബൈ നോർത്തിൽ ആദ്യമായി പീയൂഷ് ഗോയൽ ലോക്സഭയിൽ വിധി തേടുന്നു. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇന്ത്യ സഖ്യത്തിന് അതുപോലെ തന്നെ BJPക്കും പ്രതീക്ഷയുള്ള തിരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ഘട്ടങ്ങളിലെ ഒരു പോളിംഗ് ശതമാനത്തിലെ കുറവൊന്നും എന്തായാലും ഇത്തവണത്തിൽ ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ലക്നൗ, അതുപോലെ തന്നെ മുംബൈ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അർബൻ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരുന്നു. ഇത്തരം കൂടുതൽ വോട്ടർമാരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും 2 മുന്നണികളും വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു. അതിൽ തന്നെ റായ്ബറേലി ഉറപ്പിക്കാനായിട്ട് രാഹുൽ ഗാന്ധി പോരാടുന്നുണ്ട്. അമേഠി പിടിച്ചെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ വിജയം നിലനിർത്താൻ വേണ്ടി സ്മൃതി ഇറാനിയും, ലക്നൌവിൽ രാജ്നാഥ് സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മുംബൈ നോർത്തിൽ പീയൂഷ് ഗോയലുണ്ട്. അയോധ്യ ഇത്തവണ BJPയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം. അവിടെയും ഫൈസാബാദിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു, കൈസർഗഞ്ചിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം തന്നെ ലഡാക്കിലും അതുപോലെ തന്നെ ബാരാമുള്ളയിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അടക്കം ചില പ്രശ്നങ്ങൾ, ഭീകരാക്രമണം പോലെ അല്ലെങ്കിൽ അവിടെയുള്ള ടൂറിസ്റ്റുകൾക്കെതിരെ അടക്കം ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ സുരക്ഷാ പ്രശ്നങ്ങളടക്കം അലട്ടുന്നുണ്ട് കാശ്മീരിനെ. പക്ഷേ അപ്പോഴും ആ കാര്യങ്ങളെല്ലാം തന്നെ മറികടന്ന് കൃത്യമായിട്ടുള്ള സുരക്ഷയൊരുക്കി തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ ഇലക്ഷൻ കമ്മീഷനുള്ളത്. ഉറപ്പായിട്ടും കഴിഞ്ഞ ഘട്ടങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്നും അത് വലിയ രീതിയിൽ തന്നെ BJPക്ക് ഒരു പിന്തുണ നൽകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ വിട്ടുപോയ സീറ്റുകൾ മികച്ച മത്സരം കാഴ്ചവെച്ച് സഖ്യത്തിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമുണ്ട്. ശരി അർജുൻ.